അത് സർക്കാർ ജനങ്ങൾ എന്ന് ഉള്ളത് രണ്ടല്ല ഒന്നാണ്. എന്താണോ ജനം ആഗ്രഹിച്ചത് അതാണ് സർക്കാർ ചെയ്തത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഒരാണ്ട് തികഞ്ഞ് അങ്ങനെ അതിനെ വീണ്ടും നാട് വീണ്ടെടുക്കുന്ന ഒരു സമയത്താണ് കൈരളി ന്യൂസ് ലൈവത്തോൺ മുന്നോട്ട് പോകുന്നത് രാവിലെ മുതൽ. ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്കാകെ അന്ന് നേതൃപരമായ പങ്കുവഹിച്ച കേരളത്തിലെ മന്ത്രിമാരുടെ സംഘത്തിലുണ്ടായിരുന്ന ശ്രീ മുഹമ്മദ് റിയാസ്, കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി, ഇന്നിപ്പോൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് പോകുന്നതിന് മുമ്പായി സംസാരിക്കുന്നു. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖിനൊപ്പം ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോവുകയാണ്. അതെ 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 ഒരു വർഷം നമുക്ക് മായാത്തൊരു മുറിവായി ഇത് നിൽക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഇതൊരു മായാത്ത ഉണങ്ങാത്ത മുറിവാണ്. ഞാൻ ഈ അർജുൻ്റെ ഷിലൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുകൊള്ളാൻ, അതിൻ്റെ നമുക്കിപ്പോൾ അതിൽ വേറെ റോളില്ലെങ്കിൽ അവിടെ പോയി നോക്കി കാര്യങ്ങളെന്ന് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസം അവിടെയായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കുറച്ച് ദിവസത്തിന് ശേഷം വരുമ്പോൾ ട്രെയിനിൽ വെച്ചാണ് രാത്രി മുഖ്യമന്ത്രി വിളിക്കുന്നതും ഈ പുലർച്ചെ വിളിക്കുന്നതും ഈ വിവരം അറിയിക്കുന്ന ഉടനെ തന്നെ പോകാൻ വേണ്ടി പറയുന്നതും. അങ്ങനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയ മന്ത്രിമാർ എത്രയും വേഗത്തിൽ എങ്ങനെയാണ് എത്താൻ പറ്റുക അങ്ങനെ അവിടെ എത്തി. ഞാൻ ഓർക്കുകയാണ്, അന്നു മുതൽ, അതായത് ഈ പറയുന്ന പോലെ 30-ാം തീയതി എന്ന് കഴിഞ്ഞ വർഷം ഇതേ ജൂലൈ 30 രാവിലെ മുതൽ നിങ്ങൾ മന്ത്രിമാർ 3-4 ആളുകൾ, OR കേളു ഉണ്ട്, അതുപോലെ ശശീന്ദ്രൻ മിനിസ്റ്ററുണ്ട്, അതുപോലെ രാജൻ മിനിസ്റ്ററുണ്ട്, മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുണ്ട്, നിങ്ങൾ 4 പേരും ഇവിടെ ക്യാമ്പ് ചെയ്ത് കാലങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്ന ഒരു അനുഭവമുണ്ടല്ലോ. അതിലൂടെ എത്രമാത്രം വീണ്ടെടുക്കാൻ കഴിഞ്ഞു? അല്ല, അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തുമ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ഒരു സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. ചില കോടതി ഇടപാടുകൾ വന്നു. ഭൂമി നിശ്ചയിച്ചതിന് പുറമെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴാണ് കോടതിയിലേക്ക് വിഷയം വന്നത്. പക്ഷേ കോടതിയിൽ നിന്ന് അത് പരിഹരിച്ചു. സർവേ ഉൾപ്പെടെ വേഗത്തിൽ നടത്തി. കോടതിയിൽ ഈ ഉടമകൾ പോയതുകൊണ്ട്, എൽസ്റ്റൻ്റെയും മറ്റു ഉടമകൾ പോയപ്പോൾ ഒരു 4.5 മാസത്തോളം ഹൈക്കോടതിയും സുപ്രീം കോടതി അങ്ങനെ പോയി. പിന്നെ അതിൻ്റെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു. ഒരു വീട് പൂർണ്ണമായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. നമുക്ക് ഈ വർഷം തന്നെ അവസാനിക്കുന്നതോടുകൂടി തന്നെ ഏറെക്കുറെ വീടുകൾ നിർമ്മിക്കാനാകും. പിന്നെ ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പ് നമുക്ക് 2026 തുടക്കത്തിൽ ഒരു ഫെബ്രുവരി മാർച്ച് മാസമാകുമ്പോഴേക്കും ടൗൺഷിപ്പും ഏറെക്കുറെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ആ ഘട്ടത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ പോയിട്ടുള്ളത്. ഞാൻ ഈ കാലയളവിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥ നോക്കിയപ്പോൾ അതിൽ ദുരന്തബാധിതരായ മനുഷ്യരുടെ താൽക്കാലിക പുനരധിവാസം പോലും ആ സംസ്ഥാനങ്ങളിൽ എങ്ങും എത്താതെ നരകിക്കുന്ന ഒരു കാലത്ത് ഒരു വർഷം കൊണ്ട് സമയത്ത് തീരുമാനിച്ച പോലെ അന്ന് താൽക്കാലിക പുനരധിവാസം സാധ്യമായോ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായോ, അതിൻ്റെ തുടർച്ചയിലാണോ ഈ ടൗൺഷിപ്പിലേക്ക് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്? തീർച്ചയായിട്ടും താൽക്കാലിക പുനരധിവാസം ഒരു മാതൃകയായി ആർക്കും സ്വീകരിക്കാവുന്നതായിരുന്നു. വീടുകൾക്ക് വേണ്ട തുക 6000 രൂപയാണ് കൊടുത്തത് വാടക. പിന്നെ സർക്കാർ ക്വാർട്ടേഴ്സുകളുടെ ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി സർക്കാർ ക്വാർട്ടേഴ്സുകൾ വിട്ടുകൊടുത്തു. അങ്ങനെ താൽക്കാലിക പുനരധിവാസം ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തി. അത് ഇത്ര ദിവസത്തിനുള്ളിൽ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പറഞ്ഞ തീയതിക്ക് മുമ്പ് തന്നെ താൽക്കാലിക പുനരധിവാസം യാഥാർത്ഥ്യമാക്കി. പിന്നെ മറ്റ് കാര്യങ്ങൾ ഒരു സർക്കാർ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു. അതോടൊപ്പം ജനങ്ങളുടെ അഭിപ്രായം കേട്ടുകൊണ്ടാണ് ഇതിൽ ഓരോ തീരുമാനങ്ങളും കൈക്കൊണ്ടത്. അല്ല, അത് ഞാനും കേട്ടു. ചീഫ് സെക്രട്ടറി തന്നെ ഇവിടെ വന്ന് ദുരന്തബാധിതരോട് സംസാരിച്ച് അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു പുനരധിവാസത്തെക്കുറിച്ച് എങ്ങനെ വേണം. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കണം. അതിൽ നിന്നാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ലോകോത്തര മാതൃകയിലുള്ള ഒരു ടൗൺഷിപ്പിലേക്ക് സംസ്ഥാന സർക്കാർ പോയത്. പിന്നെ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അഴിമതി പോലുമില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളില്ലാതെ കിട്ടിയ പണം, CMDRF-ലൂടെ കിട്ടിയ പണം ഏറ്റവും വ്യക്തവും ശക്തവും സുതാര്യവുമായി നിർവഹിക്കാനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നു പറയുന്ന ഒരു തലം, അത് ഇതിൻ്റെ ഒരു ഏറ്റവും മഹത്തരമായ കാര്യമാണോ? തീർച്ചയായിട്ടും അത് പങ്കാളിയായ മന്ത്രി എന്ന നിലയിൽ. അല്ല, തീർച്ചയായിട്ടും അത് സർക്കാർ ജനങ്ങൾ എന്ന് ഉള്ളത് രണ്ടല്ല ഒന്നാണ്. എന്താണോ ജനം ആഗ്രഹിച്ചത് അതാണ് സർക്കാർ ചെയ്തത്. ഒരു തരത്തിലുമുള്ള ആക്ഷേപവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ ആക്ഷേപം ഉണ്ടാക്കുന്നവർ ജനങ്ങൾ ഒറ്റപ്പെടുമെന്നുള്ളത് കൊണ്ട് ആരും അതിന് മുതിരുന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ കുറേ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേയും കൂടി മുന്നോട്ട് പോകാമായിരുന്നു. പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ അന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു 10 ആളുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വൈകാരികമായ പ്രസംഗമൊക്കെ കേട്ട ഘട്ടത്തിൽ
പെട്ടെന്ന് തന്നെ സഹായം കിട്ടുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വൈകാരിക പ്രകടനത്തിനനുസരിച്ച് എന്നല്ല, ഒരു തരത്തിലുള്ള സഹായവും അതിൽ ലഭിച്ചില്ല. അതൊരു ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ ഇതിലും കാഷ്വാലിറ്റി കുറവുള്ള ദുരന്തങ്ങൾക്ക് കേന്ദ്രം സഹായം നൽകി. അവിടെ നൽകരുതെന്നുള്ള അഭിപ്രായമല്ല, അവിടെയും മനുഷ്യരാണ്, നൽകണം. പക്ഷേ കേരളത്തോട് മാത്രം ഇതിൽ അവഗണന കാട്ടി. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചിട്ടാണ് എല്ലാവരും യോജിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ മുന്നോട്ട് പോയത്. അത് ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ പറ്റുന്നു, തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചു, അവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും അവർക്ക് ഇനിയും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ എല്ലാ നിലയിലും ഇടപെടും. ഒരു കാര്യം കൂടി, അതായത് സർക്കാർ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി നിരന്തരം വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാരിനൊരു കൃത്യം പദ്ധതി പുനരധിവാസത്തെക്കുറിച്ചുണ്ട്. ടൗൺഷിപ്പാണ്. അതിന് ഭൂമി സർക്കാർ കണ്ടെത്തും, സ്പോൺസേഴ്സായിട്ട് വന്നവർക്ക് സർക്കാരിലേക്ക് പണം തരാം, വ്യക്തമായി കൃത്യമായി വീടുകൾ പണിത് അവർക്കൊരു ടൗൺഷിപ്പ് തന്നെ പകരമായി നൽകും. പക്ഷേ ഇതിന് പുറത്തേക്ക് പോയ ആൾ, ഞാൻ രാഷ്ട്രീയം കലർത്തി ചോദിക്കുന്നില്ല, പക്ഷേ ഇതിന് പുറത്ത് സമാന്തരമായി നിന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ മൂവ്മെൻറ്റ് ശരിയാണ് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാർ പോകുന്നതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ട്. കാര്യം പല ആക്ഷേപങ്ങൾ ഈ രാഷ്ട്രീയം വെച്ച് ചിലർ പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും സർക്കാർ ഒരു വേഗതയിലും ട്രാക്കിലും പോവുകയാണ്. അല്ലാതെ മാറി നിന്നവരുടെ അവസ്ഥ എന്താണ്? സ്വന്തമായി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചവരുടെ അവസ്ഥ എന്താണ്? അല്ല, അത് ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കക്ഷി വഴക്കിന് ഉള്ള ഒരു സംസാരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ആയതുകൊണ്ടാണ്. എനിക്കിതിൽ എൻ്റേതായ രാഷ്ട്രീയ നിലപാടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവേ ഇതിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പോയിട്ടുള്ളത്. സർക്കാരും എല്ലാവരെയും കേൾക്കാൻ തയ്യാറായി. പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി എല്ലാവരും പറയുന്നത് അവരെ വിളിച്ച് കേട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ടാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്, ഓരോ പൗരൻ്റെ അഭിപ്രായം എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഒരു തരത്തിലും കോട്ടം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നുള്ളൊരു പൊതുവികാരം ജനങ്ങളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ നിലയിലേക്കുള്ള മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാത്തത്. ഇതിൽ ഈ ടൗൺഷിപ്പ് ആവുന്നത് വരെ ഇക്കാര്യത്തിലെങ്കിലും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഒരു കാര്യം കൂടി, ഇപ്പോൾ 18-ലെ പ്രളയം, കോവിഡ്, ഇതിനെയൊക്കെ അതിജീവിച്ച അന്നത്തെ സർക്കാർ, ആ സർക്കാരിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല, അന്നത്തെ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ ആ ലീഡർഷിപ്പ് വലിയ തോതിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതേ നിലയിലേക്ക് ഇത് അടുത്ത മാർച്ചോടുകൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഒരു ലീഡർഷിപ്പും അത് ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ ഒരു കേപ്പബിലിറ്റിയും ജനങ്ങൾക്ക് കുറേ കൂടി കൂടുതൽ ആർജവത്തോടെ മനസ്സിലാകും എന്നാണ് വിചാരിക്കുന്നത്. അതെ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിൻ്റെ റിവ്യൂ നടത്തുന്നുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. പൊതുവേ ഒരു ക്രൈസിസ് പീരീഡിൽ നന്നായി മാനേജ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീമിന് പൊതുവെ സാധിക്കുന്നുണ്ട് എന്ന് ജനത്തിന് അഭിപ്രായമുണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. പ്രളയഘട്ടത്തിൽ കണ്ടതാണ്, കോവിഡ് ഘട്ടത്തിൽ കണ്ടതാണ്, നിപ്പയുടെ ഘട്ടത്തിൽ കണ്ടതാണ്, ചൂരൽമല ദുരന്ത ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സാധ്യതകളും ഒരു സെക്കൻഡ് പോലും വൈകാതെ ഉപയോഗപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം അത് തുടരണം. അത് നമ്മുടെ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ്. ഒരു സർക്കാരിനെ നയിക്കുന്ന ഭരണാധികാരിയോ ദുർബലപ്പെട്ടാൽ, അതല്ലെങ്കിൽ അവർ വേണ്ടത്ര എഫിഷ്യൻ്റ് അല്ല, ഇത്തരം കാര്യങ്ങളിൽ പതറിപ്പോകുന്നു എന്ന ഒരു ഫീലുണ്ടായാൽ അത് ബാധിക്കുക ജനങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു, സർക്കാർ അതിനോടൊപ്പം നീങ്ങുന്നു. അങ്ങനെ നീങ്ങുമ്പോൾ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതാണ് പ്രധാനം. അപ്പോൾ സർക്കാരിനെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നില്ല. ഇത് മനുഷ്യത്വപരമായ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ ശരത്ത് ചോദിച്ച ഒരു ചോദ്യത്തിലും ഞാൻ പ്രതിപക്ഷത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് ഈ പർട്ടിക്കുലർ ഇഷ്യൂ ആയതുകൊണ്ടാണ്. മറ്റു വിഷയങ്ങളിൽ നമുക്ക് സംവദിക്കാം. അല്ല, പ്രതിപക്ഷം എന്നാലും കുറേ കൂടി ഉത്തരവാദിത്ത ബോധത്തോടെ ഇക്കാര്യത്തെ സമീപിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടല്ല ചോദിക്കുന്നത്. അല്ല, ഞാനത് ഇപ്പോൾ അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം അങ്ങനെ ഉത്തരം പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഷിലൂര് പോയപ്പോൾ ഒരുപാട് പരാതികൾ അവിടുത്തെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഷിലൂർ കണ്ടൊരു പ്രത്യേകത, ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അവിടെ രക്ഷാപ്രവർത്തനം കാണാൻ വന്നിരുന്നു. പക്ഷെ ഒരു വാക്ക് ഞങ്ങളൊരാഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു വാക്ക് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞില്ല. പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഒരു ക്രെഡിബിലിറ്റിയെ തകർത്താൽ അത് നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും, ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും.
ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു സമീപനം. കേരളത്തിൽ സുനാമി വന്നപ്പോൾ അന്ന് DYFIയുടെ ഒരു പ്രവർത്തകനായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നു, ശക്തമായ സമരം മറ്റൊരു വിഷയത്തിൽ മന്ത്രിമാർക്കെതിരെ നടത്തി വരികയാണ്. ഞങ്ങൾ ഭീകരമായ മർദ്ദനമൊക്കെ ഏറ്റുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അപ്പോഴാണ് സുനാമി വരുന്നത്. ഉടനെ DYFI സുനാമി വന്നതിൻ്റെ ഭാഗമായ സമരം താൽക്കാലികമായി നിർത്തി. സുനാമിയുടെ രക്ഷാപ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം ഇറങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അന്ന് കേരളത്തിലെ മന്ത്രിമാർ ഈ സമരം നടക്കുന്ന സമയമൊക്കെ ആയി നിൽക്കുമ്പോൾ മന്ത്രിമാർക്കെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു. സുനാമി ബാധിത പ്രദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ തടയുന്ന സ്ഥിതി ഉണ്ടായി. ബഹുമാനപ്പെട്ട VS അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. രണ്ടുപേരും നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഒരു തരത്തിലും മന്ത്രിമാരെ വഴി തടയാൻ പാടില്ല, അവരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ നയിക്കാൻ വേണ്ടി എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നായിരുന്നു പ്രസ്താവന. അതാണ് ഞാനിപ്പോൾ ഇതിന് മറുപടിയായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും എല്ലാം വരേണ്ടതെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതുകൊണ്ട് ഈ തർക്കങ്ങളല്ല വേണ്ടത്. കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനം, ആ നിലയിൽ തന്നെ ഇക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ശരിയായ ഒരു വിലയിരുത്തലാണ് മന്ത്രി നടത്തുന്നത്. അങ്ങയുടെ വകുപ്പിനെ കുറിച്ച് കൂടി വയനാടിൻ്റെ ടൂറിസത്തെ ഈ കാലയളവ് കൊണ്ട് എങ്ങനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതുപോലെ പൊതുമരാമത്ത് വകുപ്പ്. ടൂറിസം ഒരു പൊതു ട്രെൻഡായി മാറി. അന്താരാഷ്ട്ര അവാർഡുകൾ ഉത്തരവാദിത്ത ടൂറിസം മിഷന് കിട്ടി. ഇവിടെ ചൂരൽമലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന നിലയിലേക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ചില പദ്ധതികൾ ആലോചനയിലാണ്. ടൂറിസത്തിന് ചെറിയൊരു ക്ഷീണമുണ്ടായിരുന്നു. കാരണം ഇത് ചൂരൽമല വയനാട്ടിലൊരു പ്രദേശമാണെങ്കിലും വയനാട് ഡിസാസ്റ്റർ എന്നാണ് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ തിരുത്തണം എന്ന് പറഞ്ഞ ആളുകളിൽ ഒരാൾ മന്ത്രിയാണ്. അതെ, വയനാട് ഡിസാസ്റ്റർ അല്ല അത്. പിന്നീട് അതിനു വേണ്ടി ഒരു പ്രത്യേക ക്യാമ്പയിൻ ഡിസംബർ മാസം എടുത്തു. ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്ളോഗർമാർ ഇവിടെ വന്നു. വ്ളോഗർമാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ ചില കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്താണല്ലോ. ആ വ്ളോഗർമാരൊക്കെ വന്നു. അവരൊക്കെ വയനാടിനെ പകർത്തി ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചു. ലോകത്ത് അതൊരു ട്രെൻഡായി. ഇപ്പോൾ റിസോർട്ടുകളിലൊന്നും പിന്നീട് മുറി കിട്ടാത്ത സ്ഥിതി. വയനാടുകാരുടെ ഏറ്റവും വലിയ സഞ്ചാരികളുടെ എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അന്ന് റിക്കവർ ചെയ്ത് വന്നു. അത് വലിയ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ടൂറിസത്തെ സംബന്ധിച്ച്. അതിൽ 2021 മെയ് 20 ഈ ഗവൺമെൻറ് വരുമ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു. ടൂറിസം ഏകദേശം വെന്റിലേറ്ററിൽ, നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അന്ന് ഞങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കേന്ദ്രങ്ങൾ ഏതൊക്കെ എന്ന് ആലോചിച്ചപ്പോൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റാണ് വയനാട്. അങ്ങനെ വയനാടിനെ പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ പ്രധാന IT ഹബ്ബാണ് ബാംഗ്ലൂർ. കർണാടകയുടെ തലസ്ഥാനമാണെങ്കിലും വയനാട്ടുകാർക്ക് കേരള തലസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ എളുപ്പം റഫീഖ് ബാംഗ്ലൂർ എത്താനാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ മാക്സിമം ക്യാമ്പയിൻ നടത്തി. സിനിമാ തിയേറ്ററിൽ സ്ലൈഡ്, അവിടുത്തെ പത്രങ്ങളിൽ വയനാട് ടൂറിസത്തിൻ്റെ ന്യൂസ്, അവിടുത്തെ FM റേഡിയോയിൽ വലിയ നിലയിലേക്ക് പ്രചരണം. ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് വയനാടായി മാറി. ഇങ്ങനെ വയനാട് അടിച്ച് കയറി നിൽക്കുമ്പോഴാണ് ചൂരൽമല ദുരന്തം. ടൂറിസത്തിൽ വയനാട് ഇങ്ങനെ അടിച്ച് കയറി വരിക. ആ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ആശങ്കയുണ്ടായി. ആശങ്ക കവർ ചെയ്തു. വ്ളോഗേഴ്സ് വന്ന് പ്രചരിപ്പിച്ച മാത്രമല്ല, ഞങ്ങൾ ഇത്തവണ നല്ലൊരു ഫെസ്റ്റ് നമ്മളിവിടെ നടത്തിയല്ലോ, മാനന്തവാടിയിൽ നല്ല ഫെസ്റ്റ് എല്ലാ വർഷവും നടത്താൻ തീരുമാനിച്ചു. പല നിലയിലും പല പ്രോഗ്രാംസും നടത്തി. ഒരു ആത്മവിശ്വാസം നൽകി. അത് വയനാട് ടൂറിസത്തിൽ കാണാനുമുണ്ട്. ഓക്കെ, ഏതായാലും മന്ത്രി പറഞ്ഞ നിലയിൽ വയനാടിൻ്റെ ജനജീവിതത്തിൽ ഈ ഭാഗത്തൊക്കെ ഒറ്റ കാര്യം കൂടി എന്താണ് അല്ല ഞങ്ങൾ സംസാരിച്ചു രാവിലെ. അപ്പോൾ എങ്ങനെ ജനങ്ങളുടെ ജീവിതാനുഭവത്തിൽ എങ്ങനെ വരുന്നു? ഒരു ആത്മവിശ്വാസവും ആശങ്ക മാറി കുറേ കൂടി ആത്മവിശ്വാസത്തോടുകൂടി ഈ നാടിൻ്റെ ജനത മാറിയിട്ടുണ്ടോ? വയനാടിൻ്റെ ഒരു വീണ്ടെടുപ്പ് എന്ന് ഞങ്ങളൊക്കെ മറ്റ് നാട്ടിൽ നിന്ന് പറയുന്നത് വയനാടിന് എത്രമാത്രം ഫീൽ ചെയ്യുന്നു? തീർച്ചയായിട്ടും ജനങ്ങൾക്കാകെ ആ ഫീലുണ്ട്. കാരണം ദുരന്തം ഉണ്ടായ വേളയിൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം എത്തിച്ചേരുകയും രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്തു. നമ്മളതിൽ കാണേണ്ടത് എല്ലാ സംവിധാനത്തെയും കൂട്ടിയോജിപ്പിച്ചു എന്നതാണ്. അതാണ് നമ്മളതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അങ്ങനെ കൂട്ടിയോജിപ്പിച്ചതിൻ്റെ ഭാഗമായി ഒരുപാട് പേരുടെ ജീവനാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. പിന്നീട് അവരുടെ ചികിത്സ, അതിനുശേഷം ക്യാമ്പുകളിൽ അവരുടെ മാനസികാരോഗ്യം ഉൾപ്പെടെ ഉറപ്പുവരുന്ന രൂപത്തിലുള്ള പ്രവർത്തനം, അതിനെ തുടർന്ന് 28 ദിവസമാകുമ്പോഴേക്ക് ഇത്രയും കൂടുതലുള്ള ആളുകളായിട്ട് പോലും അവരെല്ലാം താൽക്കാലികമായുള്ള പുനരധിവാസം, അവർക്ക് 6000 രൂപ വെച്ച് വാടക, പ്രതിദിനം ഈ 300 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ 2 പേർക്ക്, ചില കുടുംബത്തിൽ 3 പേർക്ക് വീതമായുള്ള പണം നമ്മുടെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന കാര്യം, മൈക്രോ പ്ലാനിൻ്റെ ഭാഗമായി ഉള്ള നമ്മുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത്, ഇങ്ങനെ ഓരോന്നായി മരിച്ചവരുടെ കുടുംബത്തെ ചേർത്തതിൻ്റെ ഭാഗമായുള്ള 8 ലക്ഷം രൂപ വീതം നൽകിയത്, അങ്ങനെ തുടങ്ങി സമാനതകളില്ലാത്ത ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോഴാണെങ്കിൽ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ
കേവലമായി വീട് വെച്ച് നൽകുക എന്നതല്ല, ലോകോത്തര മാതൃകയിൽ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു സംവിധാനമാണ് ഒരുങ്ങുന്നത്. അതും വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സാണ്, കൽപ്പറ്റയിലെ ഹൃദയഭൂമി, യഥാർത്ഥത്തിൽ ഹൃദയഭൂമിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ നിയമവ്യവഹാരങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 105 ദിവസമാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതായത്. അതിൽ 70 ദിവസത്തിലധികം മഴയായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പം വീട് നിർമ്മാണം, മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി, ബാക്കി വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നിലയിൽ ഏതൊക്കെ മേഖലയിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടപെടണമോ അതിലെല്ലാം ഇടപെട്ടുകൊണ്ടാണ് പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസ മേഖല എടുത്താൽ കുട്ടികൾക്ക് ഏറ്റവും രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്തി. അവരെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്ന നിലയിൽ പ്രവർത്തനം ഗവൺമെൻറ് ഭാഗം നടത്തി. SSLCയിൽ എല്ലാ കുട്ടികളും ജയിച്ചു. ഇവിടെ എഴുതിയ കുട്ടികൾ 100% സ്കൂളിൽ. ഇതൊക്കെ പറയുന്നൊരു ഗവൺമെൻറ്, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്നതാണ്. അതിനെ എത്രയെത്തി ആര് കാണിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ, ഈ നാട്ടുകാരെടുക്കുന്നില്ല എന്നാണല്ലേ? നാട്ടുകാരെ വിഷയം എടുക്കുന്നില്ല. നാട്ടുകാർ ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അത് നേരത്തെ ദുരന്തമുണ്ടായ വേള മുതൽ ഇപ്പോഴും അത് തുടരുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഏറ്റവും അവസാനം പരാമർശിച്ച കാര്യം ടൂറിസവുമായി ബന്ധപ്പെട്ട് വയനാടിൻ്റെ ഭാവി സാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബഹുമാന്യായ മിനിസ്റ്റർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കുറേ കൂടെ വിപുലമായ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി, വലിയ രൂപത്തിൽ മെച്ചപ്പെട്ടു വന്നു. അതിനിടയിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വന്നു. പക്ഷെ അപ്പോഴും അതിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ശിവമണി ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് ഏറ്റവും അവസാനം വലിയ ഫെസ്റ്റ്, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഫെസ്റ്റാണ്. ടൂറിസവും തിരിച്ചു വരുന്നു. വയനാടിന് വലിയ പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. ആവശ്യമായ മറ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മിനിസ്റ്റർ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും ജനങ്ങളുടെ മുമ്പിൽ സർക്കാർ കൊടുത്ത ഉറപ്പുകളൊക്കെ പാലിച്ചു പോകുന്നു. അത് ജനങ്ങൾ ആ വിധം ഏറ്റെടുക്കുന്നു എന്ന നിലയിൽ പൊതുപ്രവർത്തകരുടെ ഒരു അനുഭവം കൂടി അറിയാൻ വേണ്ടിയാണ് മിനിസ്റ്ററുടെ കൂടി സാന്നിധ്യത്തിൽ അത് ചോദിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ ചൂരൽമലയിലേക്ക് പോകുന്നു, അവിടുന്ന് പുത്തുമലയിലേക്ക്, പിന്നെ മന്ത്രിസഭാ യോഗം, അങ്ങനെ തിരക്ക് പിടിച്ച സമയത്തിനിടയിലാണ് കൈരളി ന്യൂസിൻ്റെ ലൈവത്തോണാണ്. ഞങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ തുടർച്ചയായി വയനാട്ടിൽ തന്നെയാണ്. വലിയ പരിശ്രമമാണ് ആ നിലയിൽ. കൈരളി ഉൾപ്പെടെ അന്ന് രക്ഷാപ്രവർത്തനത്തിന് വലിയ നിലയിലേക്കുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. എല്ലാവരും ഒന്നിച്ചു നിന്നതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഒരു കരുത്ത് നമ്മളെ ഒരു മാതൃകയാണത്. ഒരു മാതൃകയായി നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഈ ടൗൺഷിപ്പ് വരെ അത് തുടർന്നുകൊണ്ടേ പോകണം. തീർച്ചയായും. താങ്ക് യു മിനിസ്റ്റർ. അപ്പോൾ വിവാദങ്ങൾക്കപ്പുറം വയനാടുമായി ബന്ധപ്പെട്ട ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ജനങ്ങളോട് സംസാരിക്കുക എന്നതാണ് ഈ ലൈവത്തോണിലൂടെ, വയനാട്ടിൽ നിന്നുള്ള ലൈവത്തോണിലൂടെ തുടർച്ചയായി മണിക്കൂറുകളിലൂടെ കൈരളി വാർത്താ സംഘം അങ്ങനെ ചെയ്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളോട് മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിക്കുകയും ചെയ്തത്.